What is that, bro? നമ്മൾ ഒരു ടെന്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ആണോ? യെസ്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. അടിപൊളി ബീച്ച് സൈഡ് ആണല്ലേ. ഹായ്. ഓക്കെ. സോ സെറ്റിംഗ് ഒക്കെ അറിയാമോ? ട്രൈ ചെയ്ത് നോക്കാല്ലേ? ഓക്കെ. ഫൈനലി ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം നമ്മൾ സെറ്റ് ചെയ്തു നമ്മുടെ ടെൻ്റല്ലേ. അത്യാവശ്യം തളർന്നു കേട്ടോ. അത്യാവശ്യം സെക്യൂർ ആണെന്ന് തോന്നുന്നു. നമുക്ക് എത്രത്തോളം ഇതിങ്ങനെ തന്നെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് സംഭവം. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു എന്താ പറയുക, നമ്മൾ 2 പില്ലോസൊക്കെ സെറ്റ് ചെയ്തു. ഇതാണ് അത്യാവശ്യം എൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ കാലിലെ മണ്ണൊക്കെ ആയോ കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ഷമിച്ചേക്കും. ഇത്ര സ്പേഷ്യസ് ആണ്. എന്താ ബ്ലാങ്കറ്റും കൂടെ അടിപൊളിയാണല്ലേ. നമ്മളിങ്ങനെ ബീച്ച് സൈഡിലൊക്കെ വരുമ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഡെക്കാത്തലോണിലാണ് ഇത് മേടിച്ചത്. 2500 ആണ് അല്ലേ കേട്ടോ. ഇത് 2500 ആയി. പിന്നെ 2 പില്ലോയ്ക്ക് എന്താ 299 ആ ഒരു റേഞ്ച്. എല്ലാം കൂടെ ഒരു 3000 അകത്ത്. പക്ഷെ അടിപൊളിയാണ്. ഒരു ടൂറൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ടെൻറ്റ് സ്റ്റേ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ബീച്ച് സൈഡൊക്കെ നിന്നിട്ട് ഒരു ടെൻറ്റ് സ്റ്റേ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു അടിപൊളി സാധനമാണ്. അധികം വെയിറ്റ് ഒന്നുമില്ല ക്യാരി ചെയ്യാൻ. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്. സോ നമ്മളങ്ങനെ ഫൈനലി ടെൻറ്റ് സ്റ്റേ സെറ്റാക്കി. അവിടത്തെക്കാളും ഡെപ്ത് ഉണ്ടല്ലോ ഇവിടെ കുറച്ച്. നമ്മള് പരാജയപ്പെട്ടാലും പിന്നെ സൊല്യൂഷൻ എപ്പോഴും കണ്ടുപിടിക്കും. അമ്മിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് നാളെ നോക്കണത്. അല്ല, അത് ഞാൻ നേരത്തെ കണ്ടു. പക്ഷെ നമ്മൾ അവിടെ അത് ഇങ്ങനെ സാധാരണ ടെന്റ് അടിക്കുമ്പോഴേ പക്ഷെ അവര് നമ്മളത് ചെയ്യുന്നത് പറയുന്നില്ല. ഇതിലും മണ്ണിൽ ഉറച്ചിരിക്കും. അല്ല, അത് നല്ല നല്ല കാറ്റുണ്ടെങ്കിൽ അത് പോകും.
നല്ല മറ്റത്തറയുണ്ടല്ലോ പക്ഷേ അത് വലുതുണ്ടോ കടലിൽ വലുതുണ്ടോ നിങ്ങൾ അടുത്ത ട്രിപ്പേ അലാസ്ക പിടിക്കും